അതെ, പണ്ട് ചെറുതായിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു ഞാൻ വല്ല പട്ടിയോ പൂച്ചയോ ഒക്കെ ആയാൽ മതിയായിരുന്നു. കാരണം അവർക്ക് സ്കൂളിൽ പോകണ്ട, നേരത്തെ എഴുന്നേൽക്കണ്ട, ടെസ്റ്റ് പേപ്പർ എഴുതണ്ട, അങ്ങനെ കുറെ പ്രിവിലേജ് ഉണ്ടല്ലോ. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് വലുതായി കഴിഞ്ഞു, കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിലിരിക്കുന്ന ഉമ്മയോ അല്ലെങ്കിൽ എൻ്റെ ആന്റിമാരൊക്കെ പോലെ വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. അവർക്ക് ഭയങ്കര സുഖമാണ്, വീട്ടിലിരുന്നാൽ മതി എന്ന്. അങ്ങനെ കുറച്ചുകൂടെയൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു. ഈ സ്കൂളിൽ പോക്കൊക്കെ ഒന്ന് ഒഴിവാക്കാലോ, ഹോംവർക്ക് ഒന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചു. അങ്ങനെ കുറെ നാളൊക്കെ കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു പാരന്റ് ആയതിനു ശേഷം കുട്ടികളെ സ്കൂളിൽ വിടാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ഇത്രയ്ക്കൊന്നും വലുതാവണ്ടായിരുന്നു, ഞാൻ കുട്ടിയായാൽ മതിയായിരുന്നു, സ്കൂളിൽ പോയാൽ മതിയായിരുന്നു, ഓഫീസിലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണ്ട, അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിടുക എന്നുള്ള കാര്യമൊന്നും ഏറ്റെടുക്കണ്ട എന്നുള്ളത്. ഇതൊക്കെ സാധാരണയായിട്ട് നമുക്കൊക്കെ തോന്നുന്ന കാര്യങ്ങളാണ് അല്ലെ. ഈ ഒരു അക്കരപ്പച്ച പോലെ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ അപ്പുറമായിരിക്കും നല്ലത് എന്നൊരു ചിന്ത. എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് തോന്നുന്നത്? നമുക്ക് നമ്മളുടെ ലൈഫിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് കൊണ്ടും എല്ലാവരുടെ ലൈഫിലും ചെറിയ ചെറിയ സ്ട്രഗിൾസ് ഉണ്ട് എന്ന ഒരു ഒരു എന്താണ് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടൊക്കെയാണ്. ചില റീൽസ് ഒക്കെ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ ആളുകൾ പോയിട്ട് കമന്റ് ഇടുന്ന കണ്ടിട്ടില്ലേ, ഇത്തിരി നല്ല ലൈഫാണ് നിങ്ങളുടെയൊക്കെ ലൈഫാണ് ലൈഫ് എന്നുള്ളത്. അവരൊരു പക്ഷേ ഇങ്ങനെ പുറമെ കുറെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും. ഫിനാൻഷ്യലോ സോഷ്യലോ റിലേഷൻഷിപ്പിലോ ഇമോഷണലോ ഒക്കെ എന്തെങ്കിലും തരത്തിലൊരു ഇഷ്യൂ ഇല്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടാവും. ഞാൻ അങ്ങനെ ഒരാളെയും ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുക എന്നുള്ളതും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു പ്രഷറിൽ കൂടി കടന്ന് പുറത്തേക്ക് എത്തുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി പവർഫുൾ ആയിട്ട് മാറുക. ഒരു പ്രശ്നവും ഇല്ലാതെ വളരെ സുഖമായിട്ട് അങ്ങ് ജീവിച്ചു കഴിഞ്ഞാലേ നമ്മളുടെ പ്രത്യേകിച്ചുള്ള ഒരു കഴിവുകളൊന്നും പുറത്തേക്ക് എടുക്കാനോ നമുക്ക് നമ്മൾ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സ്പേസ് ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.